എൻ്റെ പേപ്പർ പാക്കിൽ ഞാൻ ആ ബാസ്ക്കറ്റ് ഇരിക്കുന്നുണ്ട് അവിടെയാണ് വെച്ചിരുന്നത്. സോ അതിനെ ഞാനിപ്പോൾ അവിടെ നിന്ന് ഷിഫ്റ്റാക്കി ഇവിടെ കൊണ്ടുവച്ചു. സോ ഈ റൂം മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയാണ് എന്തായാലും ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. സോ ഫസ്റ്റ് തന്നെ ഞാൻ വിൻഡ് ചൈംസ് ഹാങ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് ഞാൻ ലൈക്ക് ഇവിടെ ആയിട്ട് ഹാങ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ മണി പ്ലാന്റിനെ ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്ലാനിങ് ആണ്. സോ ഇത് ഞാൻ ഇവിടെ വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് അങ്ങനെ ഇങ്ങോട്ട് മാറ്റി. ആൻഡ് ഐ തിങ്ക് ഭയങ്കര ഭംഗിയുണ്ട് ഇതിവിടെ കാണാൻ. മേ ബി ഈ കളറിനൂടെ ഈ ഒരു ഗ്രീൻ ഭയങ്കരമായിട്ട് സൂട്ട് ആവുന്നുണ്ട്. സോ ഞാൻ ഈ പിങ്ക് സ്റ്റോറേജ് ബാസ്ക്കറ്റ് വാങ്ങിയായിരുന്നു. ആർട്ട് പേപ്പേഴ്സ് വരാറുണ്ട്. സോ അത് സ്റ്റോറേജ് ചെയ്യാൻ ബെസ്റ്റാണ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ബാസ്ക്കറ്റ്. ഓക്കെ, അങ്ങനെ സ്ക്രാപ്പ് പേപ്പേഴ്സ് എല്ലാം ഞാൻ ഇതിനകത്താക്കി. ഇത് നമുക്ക് ആ റാക്കിൻ്റെ ഇവിടെ ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. 6x6 ഇഞ്ചിലെ പേപ്പർ പാക്സ് ഉണ്ട്. സോ അപ്പോൾ ഞാനതിന് ഈ ഒരു ബാസ്ക്കറ്റിൽ സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ആണ് 6x6 ഇഞ്ചിലെ പേപ്പർ പാക്ക്. സോ കുറേ ഉണ്ട്, അതെല്ലാം ഞാൻ ഈ ബോക്സിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട്. ഈ സ്പേസിൽ എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റാമ്പ് സെറ്റ്സ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നു ഇതെല്ലാം അതിലോട്ട് ഷിഫ്റ്റ് ആക്കാം. സെൻറ്റിമെൻറ്റ്സിൻ്റെ ബുക്സ് ഉണ്ട്. സ്റ്റിക്കർ ബുക്കാണ് ഇത്. മൈ പേപ്പർ പാക്കിൻ്റെ നിന്ന് കിട്ടിയതാണ്. പീൽ ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. ലൈക്ക് കാണിച്ചു തരാം. അപ്പോൾ കൺഗ്രാജുലേഷൻസ് ആണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് പീൽ ഇറ്റ് ഓഫ് ആൻഡ് സ്റ്റിക്ക് ഇറ്റ്. അപ്പം അങ്ങനെ ഇതും അതുപോലെ തന്നെ ഇത് ക്രാഫ്റ്റ് സ്റ്റിക്കിൻ്റെയാണ്. അവരുടെ കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. സോ ഇതൊക്കെ ഞാൻ സ്ക്രാപ്പ് ബുക്കും അല്ലാതെ എക്സ്പോഷൻ ബോക്സിനൊക്കെ യൂസ് ചെയ്യണം. സോ ഇത് ഞാൻ ഇതിൽ വെക്കാം. അപ്പോൾ നേരത്തെ കണ്ട 6x6 ഇഞ്ചിൻ്റെ പേപ്പർ പാക്കും സ്റ്റിക്കേഴ്സും സ്റ്റാമ്പ്സും എല്ലാം ഒരു സ്റ്റോറേജ് ബോക്സിലാക്കിയായിരുന്നു. സോ അത് നമ്മൾ ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക. ഇത് സീക്വൻസ് ബോക്സ് ആണ്. എൻ്റെ കയ്യിൽ കുറേ സീക്വൻസസ് ഉണ്ട്. സോ അതിലെല്ലാം ഇങ്ങോട്ട് ഇടുക. ഞാൻ ഇവിടെ കാണിക്കുന്ന എല്ലാം ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. സോ യു ക്യാൻ ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. അങ്ങനെ സീക്വൻസസ് എല്ലാം ഞാൻ ബോക്സിലോട്ടാക്കി. എൻ്റെ കയ്യിൽ കുറേ സീക്വൻസ് ബോക്സ് ഉണ്ട്. അപ്പം ഇതെല്ലാം ഞാൻ ഈ റാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഈ ഹാർഡ് ബോക്സ് ആൻഡ് പിന്നെ ഫുൾ സീക്വൻസസ് ആണ്. ഇത് ഫുൾ ഇവിടെ അറേഞ്ച് ചെയ്തു. പിന്നെ ബാക്കിൽ കുറച്ച് ചോക്ക് പെയിൻ്റ് ഉണ്ട്. ഫാബ്രിക്കിൻ്റെ ചോക്ക് പെയിൻറ്റും പിന്നെ ഗ്ലിറ്റർ പെയിൻറ്റും അങ്ങനത്തെ കുറച്ച് ഐറ്റംസും കൂടെ ആഡ് ചെയ്തു. ഇതിനെ ഞാൻ
ടോപ്പിൽ വയ്ക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഫുൾ ക്ലീൻ ആക്കി. ഈ ഭാഗത്ത് ഞാൻ വൈറ്റ് ഫർ വയ്ക്കാൻ വേണ്ടി ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ്. ഞാൻ എൻ്റെ മിക്ക ക്രാഫ്റ്റ് സപ്ലൈസും ഞാനിപ്പോൾ എല്ലാം സ്റ്റോറേജ് ബോക്സിലോട്ട് മാറ്റി. ഇതെല്ലാം ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇൻസൈഡിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഫുള്ള് വിഷ് ബോട്ടിൽസും, സി ദിസ് ഇസ് സോ ക്യൂട്ട് റൈറ്റ്. സോ ഇതെല്ലാം ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറേ ഡൈ കട്ട്സ് ആണ്. ഇത് ഞാൻ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്, ഒരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ നിന്ന്. What we